ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നാം ഇന്ന് ചിന്തിക്കുന്ന ചിന്താ വിഷയം സഹനത്തെക്കുറിച്ചാണ്. സഹനമെന്ന് ഓർക്കുമ്പോൾ പലർക്കും ഭയമാണ്. എന്നാൽ മറ്റു ചിലർ സഹനത്തിൽ നിന്ന് ഓടി അകലുവാൻ ശ്രമിക്കുന്നു. ചിന്താപരമായി പറയുകയാണെങ്കിൽ സഹനം ഒരു കാരണമെന്നതിലുപരിയായി ഒരു പ്രതിഭാസമാണ്. എന്നാൽ ക്രിസ്തീയ കാഴ്ചപ്പാടിൽ സഹനം വിശുദ്ധിയിലേക്കുള്ള ഒരു പോവണിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: സ്വർണം ശുദ്ധീകരിക്കുന്നത് തീയിലാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലും ശുദ്ധീകരണം നടക്കണം. അത് സഹനത്തിലൂടെയാണ്. സഹനം ഒരു അമൂല്യ നിധിയാണ്. വിശുദ്ധ സഹനമാകുന്ന കോണിലൂടെയാണ് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറിയത്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും ഈശോയുടെയും വിശുദ്ധരുടെയും മറ്റു പലരുടെയും ജീവിതത്തിൽ നമുക്ക് നിരവധിയായ സഹനങ്ങൾ കാണുവാൻ സാധിക്കുന്നു. പരിശുദ്ധ കന്യാമറിയം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകുവാൻ ഗബ്രിയേൽ മാലാഖയോട് സമ്മതം നൽകിയ നിമിഷം മുതൽ കാലുവിലെ തന്റെ പുത്രൻ ബലിയായിട്ടുള്ള നിമിഷം വരെ സഹനത്തിന്റെ പാതയിലൂടെയാണ് കടന്നു നീങ്ങിയത്. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 2 തിരുവചനം 35. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. അത് ശിമയോൻ ഈശോയെ തന്റെ കരങ്ങളിൽ എടുത്തുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തെ നോക്കിക്കൊണ്ട് പറയുകയുണ്ടായി, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുമെന്ന്. പരിശുദ്ധ കന്യാമറിയം നേരിടാൻ പോകുന്ന പ്രതിസന്ധികളെയും സഹിക്കാൻ പോകുന്ന സഹനങ്ങളെയും എല്ലാം നോക്കിക്കണ്ടുകൊണ്ട് ശിമയോൻ ഇപ്രകാരം പറയുകയുണ്ടായി. അത് കാൽവരിയിൽ തന്റെ പുത്രനോടൊപ്പമുള്ള കുരിശുയാത്രയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീണത് കണങ്ങളായിരുന്നു. അവയെല്ലാം പരിശുദ്ധ കന്യാമറിയം സന്തോഷത്തോടെ സഹിച്ച് ഒരു സഹനബലിയായി പിതാവായ ദൈവത്തിന് കാഴ്ചവെച്ചു. അതുകൊണ്ട് പിതാവായ ദൈവം പരിശുദ്ധ കന്യാമറിയത്തെ ഈ ലോകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും രാജ്ഞിയായി ഉടുധരിപ്പിച്ചു. ഈശോയുടെ ജീവിതവും ഇതുപോലെ സഹനത്തിൻ്റെ ഒരു പാതയായിരുന്നു. അതുകൊണ്ടാണ് ഈശോയെ സഹനദാസനായിട്ട് വിശേഷിപ്പിക്കുന്നത്. എത്ര ദയനീയമായൊരവസ്ഥയാണ് ജനിക്കുവാനും മരിക്കുവാനും ഒരു സ്ഥലമില്ലാതിരിക്കുന്നത്. അത് ഈശോ ജനിച്ചത് ബെത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ, മരിച്ചത് മരക്കുരിശിൽ. അവിടുന്ന് മരപ്പണിക്കാരൻ്റെ മകനെന്നും പാപികളുടെ കൂട്ടുകാരെന്നും പറഞ്ഞ് ഈശോയെ കളിയാക്കി. സ്വന്തം നാട്ടിൽ പോലും ഈശോയ്ക്ക് അംഗീകാരം ലഭിച്ചിരുന്നില്ല. എല്ലാ സഹനങ്ങളും ഈശോ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് പിതാവായ ഇഷ്ടത്തിന് സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് സഹിച്ചു. അതേ മരണം വരെ, കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തീർന്നുകൊണ്ട് ഈശോ അവിടുന്ന് സഹിച്ചു. വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും ഈശോയെ അവിടുന്ന് കൈത്തൂണ്ടി കെട്ടിയിട്ട് അടിക്കുന്ന ആ നിമിഷങ്ങൾ. പീലാത്തോസിന് മുമ്പിൽ നിൽക്കുന്ന ഈശോ അവിടുന്ന് പല ചോദ്യങ്ങളും ചോദിക്കുന്നു. അവിടുന്ന് മറുപടി നൽകുന്നില്ല. അങ്ങനെ ഈശോ അനുഭവിച്ച സഹനങ്ങൾ പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു പോകും. ഈശോ എല്ലാം അവിടുന്ന് പിതാവായ ദൈവത്തിന് കാഴ്ചവെച്ചുകൊണ്ട് സഹിച്ചു. നമ്മുടെ എല്ലാവരുടെയും പാപത്തിന് അവിടുന്ന് പരിഹാരം ചെയ്തു. അതുകൊണ്ട് ഈശോയെ പിതാവായ ദൈവം മഹത്വത്തിൻ്റെയും മഹിമയുടെയും കിരീടമണിയിച്ചു. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 11 തിരുവചനം 26. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. വീണ്ടും തിരുവചനം 35 ഇപ്രകാരം കാണുന്നു: മെച്ചപ്പെട്ട പുനരുത്ഥാനം ലഭിക്കുന്നതിന് വേണ്ടി ഈശോയെ പ്രതി പീഡനങ്ങളും മർദ്ദനങ്ങളും അനുഭവിക്കുവാൻ അവർ തയ്യാറായി. അത് നാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ സന്തോഷത്തോടെ സഹിക്കണം. ഇതുപോലെ ഒരു മെച്ചപ്പെട്ട പുനരുത്ഥാനം ലഭിക്കുന്നതിനായി നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വിശുദ്ധിയാണ് വിശുദ്ധ അൽഫോൻസാമ സഹനത്തിൻ്റെ വിശുദ്ധിയായി, സഹനത്തിൻ്റെ പുത്രിയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. സഹനം കൂടാതെ ആരും വിശുദ്ധരായി തീർന്നിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു വിശുദ്ധിയാണ് വിശുദ്ധ ത്രേസ്യ. സഹനത്തെ അത്യധികമായി സ്നേഹിച്ചു. വെറുതെ സഹിക്കുന്നതിലുപരിയായി ഊഷ്മളതയോടെ വികാരവായ്പോടെ സഹനത്തെ സ്നേഹിച്ചു. അവിടുന്ന് സഹനത്തെ സ്നേഹിച്ച് ഒരു സഹനബലിയായി അവിടുന്ന് തീരുവാൻ അവിടുന്ന് തീരുമാനിച്ചു. വിശുദ്ധ ത്രേസ്യയുടെ സഹനങ്ങളെ ആത്മാക്കളെ രക്ഷയ്ക്കായും വിജയത്തിനായും കാഴ്ചവെച്ചു. നമ്മളും നമ്മുടെ സഹനങ്ങളെ
സുഹൃതങ്ങളാക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സുന്ദരമായ റോസാപുഷ്പം പുഷ്പിക്കുന്നത് മുള്ളുകൾക്കിടയിലാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് സമുദ്രത്തിലും നദിയിലും സുന്ദരമായ കല്ലുകൾ. ഈ കല്ലുകൾക്ക് എങ്ങനെ സുന്ദരമായ രൂപം ലഭിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് കുത്തൊഴുക്കിലൂടെ, വെള്ളപ്പാച്ചിലൂടെ, മലം ചെരുവുകളിലൂടെ ഈ കല്ലുകൾ തട്ടുമുട്ടും ഏറ്റ് നദിയിലും സമുദ്രത്തിലും എത്തുമ്പോഴാണ് ഈ കല്ലുകൾക്ക് സുന്ദരമായ രൂപം ലഭിച്ചിട്ടുള്ളത്. എന്തിനും ഒരു സുന്ദരമായ രൂപം ലഭിക്കുന്നതിന് അതിൻ്റെ പിന്നിൽ സഹനത്തിൻ്റെ ഒരു കഥയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്രത്യക്ഷമായി എന്തോ സംഭവിച്ചെന്ന് കരുതി നാം പരിഭ്രമിക്കുകയല്ല വേണ്ടത്. മറിച്ച് ഈശോയുടെ പീഡാസഹനങ്ങളോട് ചേർത്ത് സഹിക്കുകയാണ് വേണ്ടത്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 1 തിരുവചനം 29, ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമല്ല അവന് വേണ്ടി സഹിക്കാനുള്ള അനുഗ്രഹം അവനെ പ്രതി നമുക്ക് ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയെ പ്രതി, ഈശോയ്ക്ക് വേണ്ടി സഹിക്കാനുള്ള അനുഗ്രഹം നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മുടെ സഹോദരങ്ങളെ നാം വെറുതെ പാഴാക്കി കളയരുത്. സഹനത്തെ നാം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ പീഡാസഹനങ്ങളോട് ചേർത്ത് നാം സഹിക്കുവാൻ നമുക്ക് തയ്യാറാകണം. അങ്ങനെ സഹിക്കുകയാണെങ്കിൽ നാം ഈശോയുമായി താരതമ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിലും അപ്പുറത്ത് നമുക്ക് എന്താണ് വേണ്ടത്? ഈശോയുടെ പീഡാസഹനങ്ങളോട് ചേർത്ത് നാം സഹിക്കുമ്പോൾ ഈശോയുമായി നാം താരതമ്യപ്പെടുന്നു. മൗനമായി സഹിക്കുവാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ, എന്നാൽ മൗനമായി സഹിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സഹനങ്ങളെ പാപികളുടെ മാനസാന്തരത്തിനായും രോഗികളുടെ സൗഖ്യത്തിനായും ശുദ്ധീകരണാത്മാക്കൾക്കായും നമ്മുടെ തന്നെ വിശദീകരണത്തിനായി നമുക്ക് കാഴ്ചവെക്കാം. നിശബ്ദമായി സഹിക്കുമ്പോൾ നാം ഈശോയെ പോലെ നാം നിശബ്ദരായി സഹിക്കുന്നവരായി മാറുകയാണ് ചെയ്യുന്നത്. അത് സഹനം ക്രിസ്തു ശിഷ്യന്റെ അവകാശമാണ്. നമ്മൾ മറന്നു പോകരുത്. സഹനമുണ്ടാകുമ്പോൾ അവിടെ കൃപയുണ്ടാകുന്നു. വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, എവിടെ സഹനമുണ്ടോ അവിടെ നമുക്ക് കൃപ ലഭിക്കുന്നു. ദൈവ പദ്ധതിയുടെ ഭാഗമാണ് സഹനം. സഹനം ഒരു മിസ്റ്ററിയാണ്, രഹസ്യമാണ്, നമ്മെ പഠിപ്പിക്കുന്നു. സഹിക്കുന്ന വ്യക്തിയുടെ അടുത്ത് ദൈവ സാന്നിധ്യം കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് ഈശോയെ പ്രതി സഹിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, ചിലപ്പോൾ നമ്മൾ പ്രിയപ്പെട്ടവരുടെ മരണങ്ങളാകാം. ഇവയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള സഹനങ്ങൾ. ഇവ നമ്മുടെ കുരിശുകളാണ്. ഈ കുരിശുകളെ സന്തോഷത്തോടെ സ്നേഹിച്ചുകൊണ്ട് വാരിപ്പുണരുവാൻ നമുക്ക് സാധിക്കണം. ഈ കുരിശ് സ്വർഗത്തിൽ നിന്ന് നൽകുന്ന നിധിയാണ്. ദൈവം അറിഞ്ഞു നൽകുന്ന നിധിയാണ്. ഈ കുരിശാകുന്ന നിധിയെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് സഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ട്. ഈശോ എനിക്ക് തന്ന ഒരു മെസ്സേജാണ്. ഈശോയെ പ്രതി ഈശോയുടെ പീഡാസഹനങ്ങളെ പ്രതി സഹിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഈശോ തരുന്ന ഒരു സമ്മാനമായിട്ട് നാം കരുതണം. അത് നാം ഈശോയോട് സഹിക്കുമ്പോൾ നാം കണ്ടു കഴിഞ്ഞു നാം ഈശോയുമായി താരതമ്യപ്പെടുകയാണെന്ന്. അങ്ങനെ സഹിക്കുവാൻ, അങ്ങനെ ഈശോ തരുന്ന സമ്മാനം സ്വീകരിക്കുവാൻ നാം തയ്യാറാകുകയാണെങ്കിൽ ഈശോ വീണ്ടും നമുക്ക് വലിയൊരു സമ്മാനം തരുവാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. ആ സമ്മാനമാണ് നിത്യസൗഭാഗ്യം, സ്വർഗമെന്ന് ഈശോ എനിക്കൊരു മെസ്സേജ് തരികയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹനങ്ങൾ സഹിച്ചുകൊണ്ട് ഈ നിത്യസൗഭാഗ്യത്തിനായി നമുക്ക് ഒരുങ്ങാം. സഹനത്തിൻ്റെ വിത്ത് എളിമയാണ് നിലത്ത് വിതയ്ക്കുമ്പോൾ പരിമളമാകുന്ന ഫലം ചൂടി എല്ലാവർക്കും സ്വന്തം നൽകുന്നു. ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സഹനത്തിൻ്റെ വിത്ത് എളിമയാണ് നിലത്ത് വിതയ്ക്കുമ്പോൾ പരിമളമാകുന്ന ഫലം ചൂടി എല്ലാവർക്കും സ്വന്തം നൽകുന്നു. അതെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് അതിനായി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.